ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചാരവൃത്തി, ഏറ്റവും കുപ്രസിദ്ധമായ ചാരവൃത്തി എന്ന് പറഞ്ഞാൽ കൂമർ നാരായൺ കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. 1985 നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന PC അലക്സാണ്ടറുടെ സെക്രട്ടറി ആയിരുന്ന ഒരു ഖേർ എന്ന പേരുള്ള ഒരാളായിരുന്നു അത് ചോർത്തി കൊടുത്തത്. പ്രധാനപ്പെട്ട ഡിഫൻസ് അന്ന് ചാരപ്രവർത്തനം നടന്നത് ഇന്ത്യയുടെ എന്താണ് പറയുക, മിലിറ്ററി പർച്ചേസ് ഉണ്ടല്ലോ, അതായത് ആയുധങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രൊക്യൂർമെന്റ് ഡീറ്റെയിൽസ് ആണ് ചോർത്തിയെടുത്തത്. കൂമർ നാരായൺ എന്ന് പറഞ്ഞാൽ അയാളൊരു ബിസിനസ്സുകാരനാണ്, ലോബിയിസ്റ്റുമായിരുന്നു. അപ്പോൾ അയാളത് കൈമാറിയത് സോവിയറ്റ് യൂണിയനും ഫ്രാൻസിനുമാണ്. അതിൽ രസകരമായ കാര്യം, ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുമാണ് അന്ന് ഇന്ത്യ പ്രധാനമായും സൈനികോപകരണങ്ങൾ, ആയുധങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത്. അവർക്കാണിത് ചോർത്തി കൊടുത്തത്. അപ്പോൾ ഇന്ത്യ പ്രൊക്യൂർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആയുധങ്ങൾ, വിമാനങ്ങൾ, ടാങ്കറുകൾ, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന വിവരവും, ഏതൊക്കെയാണ് വാങ്ങാൻ പോകുന്നതെന്ന വിവരവും, ഏത് രാജ്യത്തു നിന്നാണ് വാങ്ങുന്നത് ആ രാജ്യങ്ങൾക്ക് തന്നെയാണ് ഇദ്ദേഹം ചോർത്തി കൊടുത്തിരുന്നത്, കൂമർ നാരായൺ. അത് വലിയ കുപ്രസിദ്ധമായ കേസാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു കേസ് എന്നറിയാം. പിന്നെ നമ്മൾ കാണുന്നത്